വെൽക്കം ടു സലം ലേണിംഗ്. അഖിലാമസ് ആണ്. അപ്പോൾ നമ്മുടെ ഓണപരീക്ഷയൊക്കെ വരാനിരിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ നിങ്ങൾക്ക് +1കാർക്ക് നമ്മൾ പബ്ലിക്കായിട്ട് നടത്തുന്ന ഓണപരീക്ഷ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ എന്നാലും നമ്മുടെ സ്കൂളിൽ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് വരെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓണം എക്സാമിന്റെ പോർഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സും ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിൽ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സും. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഒരു വിധമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കും. പക്ഷെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിൽ ഓരോ ചാപ്റ്റേഴ്സിലും ഒരുപാട് കണ്ടന്റ് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെ പഠിക്കണം, ഇത് മുഴുവനും പഠിക്കണോ മിസ്സേ, ഇങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും പക്ഷെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് എപ്പോഴും പഠിക്കേണ്ടത്. ഏറ്റവും ഷോർട്ടായിട്ട് ഓരോ ചാപ്റ്ററിൽ എന്തൊക്കെയാണോ പഠിക്കാനുള്ളത് അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതിയാവും. അപ്പൊ മിസ് എന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഇതെല്ലാം ഒന്നും നമുക്ക് എക്സാമിന് ചോദിക്കുന്നില്ല. ഇതെല്ലാം ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരിക്കലും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അല്ല ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിന്റെ ക്ലാസ് ഒക്കെ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ടുണ്ട്. അത് നിങ്ങൾ എടുത്ത് കാണുക. ഇവിടെ മിസ് ഉദ്ദേശിക്കുന്നത് ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെ പഠിച്ചിരിക്കണം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് നമുക്കറിയാം ഈ ചാപ്റ്റർ ഫോക്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ഇന്ത്യൻ എക്കണോമിയുടെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളതാണ്. ആദ്യം ഈ ചാപ്റ്ററിൽ പക്ഷേ ബ്രിട്ടീഷുകാരും വരുന്നതിന് മുൻപേ എന്തായിരുന്നു നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ സിറ്റുവേഷൻ നോക്കും. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ മേഖലകളിലായിട്ട് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണ്, എന്തായിരുന്നു നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ സിറ്റുവേഷൻ. അത് തന്നെ നോക്കിക്കേ, അഗ്രികൾച്ചറിൽ, ഇൻഡസ്ട്രിയിൽ, ഫോറിൻ ട്രേഡിൽ, ഡെമോഗ്രാഫിക്കൽ, ഒക്യുപ്പേഷനിൽ, ഇൻഫ്രാസ്ട്രക്ചറിൽ, ഈ 6 സെക്ടേഴ്സിലും എന്തൊക്കെയാ സംഭവിച്ച ബ്രിട്ടീഷ് ഭരണത്തിൽ കൊളോണിയൽ പീരീഡിൽ എന്ന് നമുക്ക് നോക്കാനുണ്ട്. ഫസ്റ്റ് ബ്രിട്ടീഷുകാരും വരുന്നതിന് മുൻപേ എന്തായിരുന്നു ഇന്ത്യൻ എക്കണോമിയുടെ സിറ്റുവേഷൻ എന്ന് ജസ്റ്റ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ട 3 പോയിന്റ്സ് ഉണ്ട്. സെൽഫ് സഫീഷ്യന്റ് ആയിരുന്നു നമ്മുടെ ഇന്ത്യ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ആയിരുന്നു മെയിൻ ആക്ടിവിറ്റി, അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസും ഉണ്ടായിരുന്നു. ഇങ്ങനെ അടിപൊളിയായി പോകുമ്പോഴാണ് ബ്രിട്ടീഷുകാർ വരുന്നത്. പിന്നെ അതിന്റെ കൂടെ ചേർത്ത് നിങ്ങൾ ഈ ആളുകളുടെ പേരുകൾ പഠിച്ചു വെക്കണം. അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ നാഷണൽ ഇൻകം കണ്ടുപിടിക്കാൻ ഒരു എഫേർട്ടും എടുത്തിട്ടില്ല നമുക്കറിയാം. അപ്പൊ കുറച്ച് ഇന്ത്യക്കാരായിരുന്നു നമ്മുടെ നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടി മെത്തേഡ്സ് സജസ്റ്റ് ചെയ്തത്. അതിൽ ദാദാബായ് നവറോജി ഉണ്ട്, വില്യം ദിഗ്ബായ് ഉണ്ട്, ഫിൻലെ ഷിറാസ് ഉണ്ട്, RC ദേശായി ഉണ്ട്. അവർ കൂടാതെ VK RV റാവുവിനെ ഉണ്ട്. VK RV റാവുവിനെ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് പറയുന്നത് ഇവരിൽ തന്നെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ട് കരുതപ്പെടുന്ന മെത്തേഡ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് VK RV റാവു ആണ്. അത് നമുക്ക് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കാം. ഇനി നമുക്ക് ഓരോ സെക്ടേഴ്സിലായിട്ട് വരുമ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിൽ എന്താണ് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇരുന്ന സമയത്ത് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾ റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ആണ് പഠിക്കേണ്ടത്. നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കാർഷിക മേഖല തകരുകയാണ് ചെയ്തത്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് സ്ഥിരമായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, അന്നത്തെ ലോ ലെവൽ ഓഫ് ടെക്നോളജി, അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ കാണുന്ന കാരണങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം, മിനിമം ഒരു 5 പോയിന്റ് എങ്കിലും. പിന്നെ നമ്മൾ ഈ നേരെ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറും തകരുകയാണ്. അവർ ചീപ്പ് റേറ്റിന് ഗുഡ്സ് ഇവിടെ വിറ്റപ്പോൾ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് തകർന്നു, നമ്മുടെ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു, ലോക്കൽ പ്രൊഡക്ട്സിന് പകരം ഫോറിൻ പ്രൊഡക്ട്സ് വരാൻ തുടങ്ങി മാർക്കറ്റിൽ. നമ്മൾ വെറും ഒരു മാർക്കറ്റ് മാത്രമായിട്ട് മാറി. പക്ഷേ അവർ കുറച്ച് മോഡേൺ ഇൻഡസ്ട്രീസ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രയും ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്തിട്ടും ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് മാത്രം അവരിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും പോയിന്റ്സ് മാത്രം നിങ്ങൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ. അത് കഴിഞ്ഞ് അതിന്റെ കൂടെ ചേർത്ത് 1 മാർക്കിന് മാത്രം നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ടിസ്കോ. ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ടിസ്കോന്റെ ഫുൾ ഫോം, അത് വന്ന വർഷം പഠിച്ചു വെച്ചേക്കണം. പിന്നെ നമ്മൾ നേരെ ഫോറിൻ ട്രേഡിലേക്ക് വരുന്ന സമയത്ത് ഫോറിൻ ട്രേഡിൽ ആകെ ഈ 4 പോയിന്റ്സ് പഠിച്ചാൽ മതി. നമുക്കന്ന് ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ ഇന്ത്യക്ക് ബെനിഫിറ്റ് ആയിട്ടില്ല, ബ്രിട്ടന് മാത്രമാണ് ബെനിഫിറ്റ് ആയത്. പിന്നെ നമ്മുടെ ട്രേഡ് എന്തായിരുന്നു ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്? വെറും പ്രൈമറി പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുക, ഫിനിഷ്ഡ് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുക, ഇത് മാത്രമായിരുന്നു. ആ ട്രേഡ് കുറച്ചും കൂടി ഇന്റൻസിഫൈ ആയി സൂയസ് കനാൽ വന്നപ്പോൾ. ഇത്രയും പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. പിന്നെ നമ്മൾ ഡെമോഗ്രാഫിക് കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ ഇത് 1 മാർക്കിലേക്കേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യ ഏതൊക്കെ സ്റ്റേജിൽ എപ്പോഴൊക്കെ പോയി എന്നുള്ളതാണ്. 21 മുന്നേ ഫസ്റ്റ് സ്റ്റേജിലും 21 ശേഷം സെക്കൻഡ് സ്റ്റേജിലുമാണ്. പിന്നെ ഡെമോഗ്രാഫിക് കണ്ടീഷൻസിൽ ആകെ നിങ്ങൾ ഈ ടേബിൾ മാത്രം പഠിച്ചാൽ മതി. ഈ ഓരോ ഡാറ്റയും പഠിച്ചു വെക്കാം. അതിലെ ഇൻഫന്റ് മോർട്ടാലിറ്റിക്കും ലൈഫ് എക്സ്പെക്ടൻസിക്കും മാത്രം പ്രസന്റ് ഡാറ്റ അവൈലബിൾ ആണ്. അത് നിങ്ങൾ പഠിക്കണം. കാരണം പ്രസന്റും ബ്രിട്ടീഷ് പീരീഡും വെച്ച് കമ്പയർ ചെയ്യാനൊക്കെ നമ്മളോട് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇവിടെ ഈ ടേബിൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ഈ ഡാറ്റ. അത് കഴിഞ്ഞ് നേരെ ഒക്യുപേഷണൽ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ തൊഴിൽ ഘടന എങ്ങനെയാണ് നോക്കുമ്പോൾ ഈ ഒരു ചാർട്ട് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അഗ്രികൾച്ചറിൽ എത്ര പേരുണ്ടായിരുന്നു, മാനുഫാക്ചറിംഗിൽ എത്ര പേരുണ്ടായിരുന്നു, സർവീസ് സെക്ടറിൽ എത്ര പേരുണ്ടായിരുന്നു, ഇത് മാത്രം പഠിച്ചാൽ മതി.
അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വരും. അവസാനത്തെ മേഖലയാണ്. ഇവിടെ മാത്രം അവർ കൊണ്ടുവന്ന പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. റെയിൽവേ കൊണ്ടുവന്നു, റോഡ് കൊണ്ടുവന്നു, ഇൻലാൻഡ് ട്രേഡും സീ ട്രാൻസ്പോർട്ടും കൊണ്ടുവന്നു. അതുപോലെ തന്നെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് കൊണ്ടുവന്നു, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, എയർലൈൻസ്, ഇതൊക്കെ ബ്രിട്ടീഷുകാരാ കൊണ്ടുവന്നേ. നമ്മളോട് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതെ, കരുതുന്നുണ്ട്. അവര് പക്ഷെ ചെയ്തത് നമ്മളെ നന്നാക്കാനല്ല. എന്നാലും അത് അവര് പോയതിന് ശേഷം നമുക്ക് ബെനിഫിറ്റ് ആയി മാറി. ഓക്കെ. അപ്പൊ അവിടെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയും. പക്ഷെ അത്രയും കാര്യങ്ങളൊന്നുമില്ല. ഇതാ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ചാപ്റ്റർ പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ ഓണപരീക്ഷയുടെ പോർഷൻസിൽ വരുന്ന ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ ഇന്ത്യൻ എക്കണോമി ഓൺ ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതുപോലുള്ള കണ്ടന്റ് വീഡിയോസ് ഒക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴത്തെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അത് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ വീണ്ടും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.